ഹലോ, ഡെൻസ്വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല എളുപ്പത്തിൽ ലഡു ഉണ്ടാക്കിയാലോ. അതും റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്കുഗോതമ്പ് ഉപയോഗിച്ച്. ഞാനിവിടെ 1 കപ്പ് നുറുക്കുഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരുവിധം വെള്ളത്തിൽ നന്നായിട്ട് കുതിരാനായിട്ട് 1 മണിക്കൂറോളം വെച്ചു. അതിനുശേഷം കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിരുന്ന നുറുക്കുഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നുറുക്കുഗോതമ്പ് 4-5 പ്രാവശ്യം കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നെയ്യിലിങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുമ്പോഴേക്കും നമ്മൾ വേവിക്കുമ്പോൾ ഇത് അങ്ങോട്ട് ഉടഞ്ഞു പോകത്തില്ല അധികം. അതിന് വേണ്ടിയിട്ടാണ് അതിനെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറ് മാറി വരണം. അടിഭാഗത്തൊക്കെ പെട്ടെന്ന് തന്നെ കളർ മാറിക്കോളും. പക്ഷെ മുകൾ ഭാഗം കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരുവിധം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കളർ മാറിയതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പത്ത് മറ്റൊരു പാൻ വെച്ച് പാൻ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരല്പം കിസ്മിസും കൂടി വറുത്തെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ലഡു ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും അതിൻ്റെ മുകളിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു 3 ഏലക്ക കൂടി ചേർത്തതിന് ശേഷം 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കപ്പിന് തന്നെയായിരുന്നു കേട്ടോ നുറുക്കുഗോതമ്പ് എടുത്ത് വെച്ചത്. ഇനി ഒരല്പം കളർ എസൻസ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അല്പമേ ചേർത്തിട്ടുള്ളൂ കളർ ആവാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ 3 കപ്പ് ആകെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് നുറുക്കുഗോതമ്പിന് 3 കപ്പ് വെള്ളം ഒരുവിധം നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മുടെ നുറുക്കുഗോതമ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 4 മിനിറ്റോളം നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ വെള്ളവും നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കണേ. ഇവിടെ 1/2 കപ്പിൻ്റെ പാത്രമാണ്. അതിൽ 2 പ്രാവശ്യമായിട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതാദ്യം ചേർത്തതിന് ശേഷം മധുരം നോക്കിയതിന് ശേഷം നമുക്ക് ബാലൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോഴേക്കും ഒരല്പം കൂടി വെള്ളം ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പിടി കശുവണ്ടി കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരം ഒരല്പം കുറവായതുകൊണ്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആകെ ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ഒരു അല്പം കൂടി കുറുകണം. ഒപ്പം തന്നെ ഒരല്പം നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരല്പം നെയ്യ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാം കേട്ടോ. എനിക്കൊരല്പം നെയ്യ് ഒരല്പം കുറവ് ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് പയ്യെ തീ ഓഫ് ചെയ്യാം. ഒരല്പം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതായത് കൈയൊക്കെ പിടിക്കാൻ പറ്റുന്ന പരുവത്തിലായപ്പോഴേക്കും ഞാനിവിടെ ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം ഓരോ ഉരുളയിലും നമ്മുടെ കിസ്മിസ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായില്ലേ അതുകൂടി ചേർത്ത് ചെറുതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഒരല്പം നെയ്യ് പൊട്ടുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ നേരത്തെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് മാത്രമേ ചേർത്തുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഓരോ ഉരുളകളാക്കി മാറ്റുക. ഇപ്പോൾ ഇവിടെ 1 കപ്പ് നുറുക്കുഗോതമ്പിന് നമുക്ക് ഏകദേശം ഒരു 38 ലഡു ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.